ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് 1 വർഷം. അഭിവാദ്യമർപ്പിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ. സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ 2ാം പതിപ്പിന് ഇന്ന് ജയ്പൂരിൽ തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നു. TVK നേതാവ് വിജയ് ഇന്നും ഗവർണറെ സന്ദർശിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ 2 ആഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടു. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി സഞ്ജയ് സേത്ത് പങ്കെടുത്തു. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ വിശദമായി. 26 പേർക്ക് ജീവൻ നഷ്ടമായ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് 1 വർഷം. ഭീകരവാദത്തിനെതിരെ രാജ്യത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ വ്യക്തമായ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ഓപ്പറേഷൻ സിന്ദൂറിന് അഭിവാദ്യം അർപ്പിച്ചു. ഇന്ത്യൻ സായുധസേനയുടെ സമാനതകളില്ലാത്ത ധൈര്യവും ദൃഢനിശ്ചയവും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രകടമായതായി വാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുസ്മരിച്ചു. വിശദാംശങ്ങളിലേക്ക്. 2025 മെയ് 7-ന് പുലർച്ചെ ആരംഭിച്ച സംയുക്ത സൈനിക നീക്കത്തിലൂടെ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 പ്രധാന ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ താവളങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ പ്രത്യാക്രമണങ്ങളിൽ നിരവധി ഭീകരരെയും സൈന്യം വധിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ കണ്ണീരിന് നീതി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സൈനിക ദൌത്യത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂറിന് 1 വർഷം പൂർത്തിയാകുമ്പോൾ മുഴുവൻ രാഷ്ട്രവും സായുധസേനയുടെ ധീരതയ്ക്ക് മുന്നിൽ അഭിവാദ്യം അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിവാദ്യം അർപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഓപ്പറേഷൻ സിന്ദൂറിന് 1 വർഷം തികയുന്ന വേളയിൽ ഇന്ത്യൻ സായുധസേനയുടെ ധീരതയെ ആദരിക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും സമൂഹമാധ്യമ അക്കൌണ്ടിന്റെ പ്രൊഫൈൽ ചിത്രം മാറ്റി. കറുത്ത പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന വാക്കും അതിനു മുകളിൽ ദേശീയ പതാകയും അടങ്ങുന്നതാണ് പുതിയ പ്രൊഫൈൽ ചിത്രം. സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ 2ാം പതിപ്പ് ഇന്ന് ജയ്പൂരിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ 1ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പുതിയ മേഖലകളിലെ സൈനിക ശേഷി എന്ന വിഷയത്തിൽ ദ്വിദിന സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ്. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. ഡൽഹിയിൽ നിന്ന് ഇന്നലെ വൈകിട്ടെത്തിയ കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി നിരീക്ഷകരുടെ സാന്നിധ്യത്തിലാണ് നിയമസഭാ കക്ഷിയോഗം. ചെന്നൈയിലുള്ള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ശേഷമായിരിക്കും കേരളത്തിലെ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച് അവകാശവാദവുമായി UDF നേതാക്കൾ അദ്ദേഹത്തെ സന്ദർശിക്കുക. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ നടത്തി TVK നേതാവ് വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ സന്ദർശിച്ചു. ഇന്നലെ ഭൂരിപക്ഷം തെളിയിക്കാൻ 2 ആഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്നും ആകാശവാണി ലേഖകൻ ദേവി പത്മനാഭൻ. കേവല ഭൂരിപക്ഷം കിട്ടാൻ 118 സീറ്റുകൾ വേണമെന്ന നിലയിൽ വിജയ് നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം 108 സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചത്. TVK നേതാവ് വിജയ് ഗവർണർ രാജേന്ദ്ര അർലേക്കറെ കണ്ട് മന്ത്രിസഭാ രൂപീകരണം ചെയ്യാൻ അവകാശമുന്നയിച്ച് ഇന്നലെ കത്ത് നൽകി. ഇന്ന് വീണ്ടും വിജയ് ഗവർണർ രാജേന്ദ്ര അർലേക്കറെ കണ്ട് ഗവൺമെന്റ് രൂപീകരിക്കാൻ അവകാശമുന്നയിച്ചു. കോൺഗ്രസിന് 5 MLA ഉൾപ്പെടെ TVKക്ക് ഇപ്പോൾ 112 MLAകളുടെ പിന്തുണയുണ്ട്. പശ്ചിമബംഗാളിലെ NDA നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. രാവിലെ 10 മണിക്ക് ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് സംസ്ഥാന BJP അധ്യക്ഷൻ സമീക് ഭട്ടാചാര്യ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും.
ദേശീയ ജനാധിപത്യ സഖ്യം തുടർഭരണം നേടിയ പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൽ പുതിയ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവം. മുഖ്യമന്ത്രി എൻ രംഗസ്വാമി ഇന്ന് ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് രാജി സമർപ്പിച്ചതോടെ പുതിയ സർക്കാർ രൂപീകരണ പ്രക്രിയയ്ക്ക് തുടക്കമായി. 30ൽ 18 സീറ്റുകളും നേടിയാണ് അഖിലേന്ത്യാ NR കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം പുതുച്ചേരിയിൽ ഭരണ തുടർച്ച നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ ബിബിൻ എസ് നാഥ്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി അതിശക്തനായാണ് അഖിലേന്ത്യാ NR കോൺഗ്രസ് നേതാവ് എൻ രംഗസ്വാമി ഭരണത്തിലേക്ക് തിരികെ എത്തുന്നത്. മുഖ്യമന്ത്രി പദത്തിൽ രംഗസ്വാമിക്ക് ഇത് 5ാമത് അവസരം. ആകെയുള്ള 30 സീറ്റുകളിൽ 12 സീറ്റുകൾ NR കോൺഗ്രസ് നേടിയപ്പോൾ സഖ്യകക്ഷിയായ BJP 4ഉം AIADMK, LJP തുടങ്ങിയവ ഓരോ സീറ്റും നേടി. മുഖ്യമന്ത്രി എൻ രംഗസ്വാമി ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉടൻ ഉന്നയിക്കുമെന്നാണ് കരുതുന്നത്. സത്യപ്രതിജ്ഞാ തീയതി ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. NR കോൺഗ്രസും BJPയും തങ്ങളുടെ നിയമസഭാ MLA-മാരുടെ യോഗം കഴിഞ്ഞ ദിവസം ചേർന്ന് സഭയിലെ കക്ഷി നേതാക്കളായി എൻ രംഗസ്വാമിയെയും എ നമശിവായത്തെയും തിരഞ്ഞെടുത്തിരുന്നു. ബീഹാർ മുഖ്യമന്ത്രി സാമ്രാട് ചൌധരിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിന്റെ മന്ത്രിസഭാ വിപുലീകരണം പട്നയിൽ നടന്നു. ഗാന്ധി മണ്ഡപത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത് ഷാ, മറ്റ് മുതിർന്ന NDA നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. 15ഓളം BJP MLA-മാരും 14ഓളം JDU MLA-മാരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിച്ചു. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരും ജോയിന്റ് സെക്രട്ടറി, ഓണററി സെക്രട്ടറി, ഇൻസ്പെക്ടിംഗ് ഓഫീസർമാർ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തൊഴിൽ നൽകുന്നതിൽ മാത്രമല്ല മധ്യവർഗത്തിനും ദുർബല വിഭാഗങ്ങൾക്കും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിലും കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 40 വയസ്സും അതിൽ കൂടുതലുമുള്ള തൊഴിലാളികൾക്കായി രാജ്യവ്യാപകമായി നടത്തുന്ന വാർഷിക ആരോഗ്യ പരിശോധനാ സംരംഭം ന്യൂഡൽഹിയിലെ ESIC മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 10 വർഷത്തിനിടെ ESICയുടെ പരിധി 7 കോടി ആളുകളിൽ നിന്ന് 15 കോടിയായി വർദ്ധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. പുതിയ തൊഴിൽ നിയമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആരോഗ്യ പരിശോധന. आज आपके द्वारा देश के सभी 40 ईयर्स से एबव हमारे श्रमिक भाई और बहनों को अनुरोध करूंगा कि आप ESIC हॉस्पिटल की मुलाकात लेके आपका हेल्थ चेकअप करवाइए और आपका स्वास्थ्य को सुनिश्चित. രാജ്യത്ത് മാതൃശിശു ആരോഗ്യ സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ജനനി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന് തുടക്കമായി. പ്രസവത്തിന് മുൻപും ശേഷവുമുള്ള പരിചരണം, നവജാത ശിശു പരിചരണം, വീട്ടിൽ തന്നെയുള്ള നവജാത ശിശു സംരക്ഷണം, കുടുംബാസൂത്രണം എന്നിവ ഉൾക്കൊള്ളുന്ന മാതൃശിശു ആരോഗ്യ സേവനങ്ങളുടെ തടസ്സമില്ലാത്ത നിരീക്ഷണം ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാം മുംബൈയിലെ NSE ആസ്ഥാനം സന്ദർശിച്ചു. തുടർന്ന് അദ്ദേഹം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി കൂടിക്കാഴ്ച നടത്തും. ഇരുവരും ഇന്ത്യ വിയറ്റ്നാം ബിസിനസ് ഫോറത്തിൽ പങ്കെടുക്കും. ഫോറത്തിൽ വിയറ്റ്നാം പ്രസിഡന്റ് മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് മഹാരാഷ്ട്ര ഗവർണറുമായി ലോക് ഭവനിൽ കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ലോക് ഭവനിൽ മഹാരാഷ്ട്ര ഗവർണർ ഒരുക്കുന്ന അത്താഴ വിരുന്നിൽ പങ്കെടുക്കും. 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ഇന്നലെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇരു നേതാക്കളും 13 കരാറുകളിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ റോഡുകളും പാലങ്ങളും തുരങ്കങ്ങളും നിർമ്മിച്ച് രാജ്യസുരക്ഷയിൽ നിർണായക പങ്കുവഹിക്കുന്ന ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ 67ാം സ്ഥാപക ദിനം ഇന്ന്. 1960 മെയ് 7-നാണ് BRO രൂപീകൃതമായത്. ദുർഘടമായ ഹിമാലയൻ മലനിരകളിലും അതിർത്തി മേഖലകളിലും സൈന്യത്തിന് വേഗത്തിൽ എത്തിച്ചേരാൻ സഹായിക്കുന്ന പാതകൾ ഒരുക്കുന്നതിൽ BRO നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ 2ാമത് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. 2 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് 1 വർഷം. അഭിവാദ്യം അർപ്പിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ. സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ 2ാം പതിപ്പിന് ഇന്ന് ജയ്പൂരിൽ തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു.
തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നു. TVK നേതാവ് വിജയ് ഇന്നും ഗവർണറെ സന്ദർശിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ 2 ആഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടു. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി സഞ്ജയ് സേത്ത് പങ്കെടുത്തു. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.